ബസ് സ്റ്റോപ്പിൽ വന്നപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത്. എനിക്ക് തെലുങ്ക് വായിക്കാനും സംഭവമൊന്നും അറിയില്ല എങ്കിലും എന്തോ ഒരു ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലായി. ഈ ഫുഡിന്റെ സ്മെല്ലൊക്കെ എന്നെ വല്ലാതെ ഒന്ന് ആകർഷിച്ചപ്പോൾ ഏതോ മനസ്സറിയാതെ ഇതിന്റെ ഉള്ളിലേക്ക് എന്നെ വലിച്ചിട്ട് പോയി. ലൈറ്റായിട്ട് പേടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ശരി, എന്തായാലും മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ എന്നൊരു ദൃഢനിശ്ചയത്തോടെ ഞാൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ആന്ധ്രാപ്രദേശിലെ സിറ്റി ഓഫ് ഡെസ്റ്റിനി എന്നറിയപ്പെടുന്ന വിശാഖപട്ടണത്തേക്കാണ്. മലകളും കാടുകളും ഒരുപോലെ സംഗമിക്കുന്ന ഈ നഗരത്തിന്റെ പ്രധാന സ്ഥലങ്ങൾ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണെന്നതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഈ യാത്ര തുടങ്ങുന്നത് കൊല്ലത്ത് നിന്നാണ്. വലിയ പരിചയമില്ലാത്ത സ്ഥലത്തേക്ക് ഒരു ദൂരയാത്ര പോകുമ്പോൾ നമ്മൾ ചാടിക്കയറി വെളിയിലിറങ്ങി ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്യുമ്പോൾ പറ്റിക്കപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മൾ ട്രെയിനിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് ട്രെയിനിന്റെ സൈഡിൽ തന്നെ റിട്ടയറിംഗ് റൂംസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ കയറിയ രണ്ട് ഓപ്ഷൻ ഉണ്ടാവും. നമുക്ക് ഡോർമേറ്ററി വേണോ അല്ലെങ്കിൽ റൂമായിട്ട് വേണോന്ന്. റൂമിന് വലിയ കാശൊന്നുമില്ല, 250 രൂപ മാത്രമേ ഉള്ളൂ. അതും ഒരുവിധം നല്ല റൂമാണ്. ഇത് വിജയവാഡയിലെ ഗോദാവരി നദി. നട്ടപ്പാതിരാക്കാണ് നമ്മൾ വിശാഖപട്ടണത്തിലേക്ക് പോയി കാലുകുത്താൻ പോകുന്നത്. ട്രെയിനിന്റെ സമയം രാത്രി 11:30 ആണെങ്കിലും കൃത്യസമയം പാലിക്കാത്തത് കൊണ്ടും ഇത്രയും ലേറ്റായിട്ട് വരുന്നത് കൊണ്ടും ഒരു 12:30 1 മണിയൊക്കെ ആകുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്തായാലും റിട്ടയറിംഗ് റൂമിൽ ഞാനൊരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിശാഖപട്ടണത്തിന്റെ മണ്ണിലേക്ക് നമ്മൾ കാല് കുത്തിയിരിക്കുകയാണ്. നമ്മൾ വിശാഖപട്ടണത്ത് വരുമ്പോൾ നമുക്ക് ബസ് സ്റ്റാൻഡിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കിടന്ന് അലഞ്ഞു ചെയ്യേണ്ട കാര്യങ്ങളില്ല. നമ്മൾ തിരുവനന്തപുരത്തുള്ള പോലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയാൽ അതിന് തൊട്ട് മുന്നിൽ ബസ് സ്റ്റാൻഡ് ഉള്ളതുപോലെ നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ കാടം കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയാൽ ഉടനെ തന്നെ അവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഇവിടുത്തെ ഗവൺമെന്റ് ബസ്സിൽ തന്നെ നമ്മൾ കയറിയിട്ട് 100 രൂപയുടെ പാസ് കേട്ടാൽ അവർ തരും. ആ ഒരു പാസ് വെച്ചിട്ട് നമുക്ക് ആ ഒരു ദിവസം, ആ ഒരു 24 hours നമുക്കിവിടെ ഈ ഒരു വിശാഖപട്ടണത്തിന്റെ സിറ്റി റേഞ്ചിൽ ഫ്രീ ആയിട്ട് നമുക്ക് ചുറ്റി കാണാം. അങ്ങനെയുള്ള ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ട്. ഞാൻ പിന്നെ എവിടേക്കെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ അതിന് ഒരാഴ്ച മുമ്പ് തന്നെ അതിനെപ്പറ്റി എവിടെ പോകണമെന്നുള്ളൊരു പൂർണ്ണമായിട്ടൊരു ഐഡിയ നെറ്റിലൊക്കെ നോക്കി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെ നോട്ട് ചെയ്തപ്പോൾ ഇവിടെ ഫസ്റ്റ് എനിക്ക് പോകാനായിട്ട് തോന്നിയ ഒരു സ്ഥലം കൈലാസഗിരി എന്ന് പറയുന്ന ഒരു മലയാണ്. നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി കൈലാസഗിരിയാണ്. പക്ഷേ അതിപ്പോൾ ഓപ്പൺ ആയിട്ടില്ല. അതൊരു 11 മണി ആകുമെന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഇതിന്റെ ഓപ്പോസിറ്റുള്ള ലുംബിനി പാർക്കിൽ വന്ന് കുറച്ചു നേരം ചില്ലടിക്കാം എന്ന് കരുതിയിട്ട് നിൽക്കുകയാണ്. ഇവിടെ നോക്കിയാൽ നമുക്ക് കൈലാസഗിരി കാണാം. കൈലാസഗിരി എന്നൊക്കെ എഴുതിയിരിക്കുന്നത് കണ്ടല്ലോ, അതൊക്കെ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാം. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ക്ലൈമറ്റ്, നമ്മൾ ചെന്നൈയിലൊക്കെ നിൽക്കുന്ന ആ ഒരു സെയിം ക്ലൈമറ്റ് ആണ് ഇവിടെ. കടലിൻ്റെ ഒക്കെ അടുത്താണല്ലോ. ഇനി എന്തായാലും നമുക്ക് ടിക്കറ്റ് എടുക്കാമോ? സമയം ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് പോയി ടിക്കറ്റ് ഒക്കെ നോക്കാം. ₹100 ടിക്കറ്റ് ഇവിടുന്ന് റോപ്പ് വേയിൽ പോകാൻ. ജന്മസിദ്ധമായിട്ടുള്ളൊരു പേടിയുണ്ട്. എനിക്ക് ഈ കേരള ഈ ഒരു ഹൈറ്റ് ലൈറ്റായിട്ട് പേടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ശരി, എന്തായാലും മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ എന്നൊരു ദൃഢനിശ്ചയത്തോടെ ഞാൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ അവസാനം നമ്മൾ കൈലാസഗിരിയിലേക്ക് വന്നെത്തിയിട്ടുണ്ട്. കുറച്ചൊരു പേടിയൊക്കെ കാരണം കൈയും കാലൊക്കെ ലൈറ്റായിട്ടൊന്ന് വിറയ്ക്കാനൊക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ശിവപാർവതി സ്റ്റാച്യു ആണ് കൈലാസഗിരിയിലെ
ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം. വിശാഖപട്ടണം സിറ്റിയുടെ ഒരു നല്ലൊരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു വ്യൂവിന് വേണ്ടിയിട്ടാണ് ആൾക്കാർ ഈ കൈലാസഗിരിയിലേക്ക് വരുന്നത്. ഈ കൈലാസഗിരി ചുറ്റി കാണാനായിട്ട് ഒരു ടോയ് ട്രെയിനൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടോയ് ട്രെയിനിന്റെ ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഒരുപാട് നേരം നിൽക്കാമെന്നൊക്കെ വിചാരിച്ച് വന്നുവെങ്കിലും വേണ്ട എന്നൊരു തീരുമാനം ഈ ക്ലൈമറ്റ് എന്നെ കൊണ്ട് എടുപ്പിച്ചു. എന്തായാലും നമ്മൾ റോപ്വേയിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനി തിരിച്ച് അതിൽ വേണ്ട എന്ന് കരുതിയിട്ട് ഞാൻ സ്റ്റെപ്സ് ചൂസ് ചെയ്തു. ഇനി എന്തായാലും അടുത്ത ഋഷികൊണ്ട ബീച്ചിലേക്കാണ് എൻ്റെ ഒരു അടുത്തൊരു പ്ലാൻ. അപ്പോൾ അതിന് പോകാനായിട്ട് ഞാൻ ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ വന്നപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത്. എനിക്ക് തെലുങ്ക് വായിക്കാനും സംഭവമൊന്നും അറിയില്ല എങ്കിലും എന്തോ ഒരു ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലായി. ഈ ഫുഡിന്റെ സ്മെല്ലൊക്കെ എന്നെ വല്ലാതെ ഒന്ന് ആകർഷിച്ചപ്പോൾ ഏതോ മനസ്സറിയാതെ ഇതിന്റെ ഉള്ളിലേക്ക് എന്നെ വലിച്ചിട്ട് പോയി. വിളിക്കാത്ത ഏതോ ഒരു ഫംഗ്ഷൻ, 2 പെൺകുട്ടികളൊക്കെ നിൽപ്പുണ്ട്. നമ്മളെല്ലാം ഇന്ത്യൻസ് അല്ലേ. എൻ്റെ ഏതോ ഒരു സഹോദരൻ സഹോദരിയുടെ ഒരു എന്തോ ഒരു ഫംഗ്ഷനായിട്ട് ഞാൻ കരുതിയിട്ട് ഞാൻ അതിൻ്റെ അകത്തേക്ക് വലിഞ്ഞ് കയറി. കൊള്ളാം, ഫുഡൊക്കെ കുഴപ്പമില്ല. മീൻ, ചിക്കൻ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവമായിരുന്നു. പിന്നെ അവസാനം ഐസ്ക്രീമും കൂടെ കഴിക്കാതെ എങ്ങനെയാണ് വരുന്നത്. നല്ല ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ടയേർഡ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ റെസ്റ്റ് എടുക്കാൻ എൻ്റെ മൈൻഡ് വന്നെങ്കിലും അതിനെ ഞാൻ അടിച്ചമർത്തിയിട്ട് നമ്മൾ ഋഷികൊണ്ട ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ്. മെയിൻ എന്താണെന്ന് വെച്ചാൽ ഈ ബീച്ച് ഇതിന്റെ പിൻഭാഗത്തുള്ള ഈ ഒരു പച്ചപ്പൊക്കെ നിറഞ്ഞിട്ടുള്ള ഈ ഒരു മലയാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി, ഈ ഋഷികൊണ്ട ബീച്ചിന്റെ. അരക്ക് വേലി, പിന്നെ ബോറോ കേവ്സ്, അതൊക്കെ കുറച്ച് ഡിസ്റ്റൻസ് ആണ് ഇവിടെ നിന്ന്. അത് സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ ഇനി അടുത്ത് പോകാൻ പോകുന്നു ഹൈദരാബാദിലേക്കാണ്. അപ്പോൾ ഹൈദരാബാദിലേക്ക് എനിക്ക് ഇന്ന് രാത്രി ഞാൻ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓടിപ്പിടിച്ച് പറ്റുന്ന ഇടമെല്ലാം കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ച് പോകാം എന്നൊരു മൈൻഡ് സെറ്റിലാണ്. ബീച്ചൊക്കെ ചുറ്റിക്കിറങ്ങി അടുത്തിനി അവിടെ നിന്ന് നമ്മുടെ ഫ്രീ ബസ് ഉണ്ടല്ലോ, 100 രൂപ പാസ് എടുത്തിരിക്കുന്ന ആ ബസ്സിൽ കയറിയിട്ട് നമ്മുടെ RK ബീച്ച്, അതാണ് ഇവിടുത്തെ ഒരു മെയിൻ ആയിട്ടൊരു ബീച്ച്. ഈ RK ബീച്ചിലോട്ട് പോകാന്നുള്ള രീതിയിലായിട്ട് അവിടെ നിന്ന് ബസ്സൊക്കെ കയറി നമ്മളിപ്പോൾ ഈ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് നമ്മളെ ഇറക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനി നമ്മൾ RK ബീച്ച് വരെ നടക്കണമെന്നാണ് അവർ പറഞ്ഞത്. ഗവൺമെൻറ് ട്രാൻസ്പോർട്ട് ബസ്സുകളൊന്നും ആ സൈഡിലോട്ട് പോകാറില്ല, ഈ റോഡിലോട്ട്. ഞാൻ ഇപ്പോൾ നോക്കിയപ്പോൾ കണ്ടതാണ് ഈ സബ്മറൈൻ. കണ്ടപ്പോൾ എന്തായാലും ഇതിൻ്റെ അകത്ത് കയറാം എന്ന് കരുതി. ഇതിൻ്റെ അകത്തെല്ലാം ഹെവിയാണ്, പക്ഷെ വീഡിയോ എടുക്കാൻ അവരെ അനുവദിക്കുന്നില്ല. വീഡിയോ എടുക്കണ്ട എന്നുള്ളൊരു സെറ്റപ്പിലാണ് അവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മുങ്ങിക്കപ്പൽ എന്നൊക്കെ കേട്ടിട്ടേ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് അതിലൊന്ന് അകത്ത് കയറി. നിങ്ങളിവിടെ വരാണെങ്കിൽ ഈ ഒരു സംഭവം മറക്കാതെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. ഈ ബീച്ചിൽ ഞാൻ കണ്ടാൽ എനിക്ക് വല്ലാതെ ഭയങ്കര ഒരു രസമായിട്ട് തോന്നിയ ഒരു സംഭവമാണ്. ബീച്ചിന്റെ ഈ ഒരു തീരത്ത് നോക്കുമ്പോൾ ഇതേപോലെ തെങ്ങൊക്കെ വെച്ചിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. ഈ വെയിലത്തിരിക്കുന്നതിനെക്കാട്ടിലും ഈ ഒരു തെങ്ങിന്റെ തണലിൽ ആൾക്കാർ ഇരിക്കാനായിട്ട് അവരൊരു സംഭവം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് വളരെ നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നു. ഇനി എന്തായാലും അടുത്ത് ഹൈദരാബാദിലേക്ക് പോകണം. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് വേറെ. എന്തായാലും ഇതൊക്കെയാണ് വിശാഖപട്ടണത്ത് ഞാൻ കണ്ട കുറച്ച് സംഭവങ്ങൾ നിങ്ങളെ ഞാൻ കാണിച്ചു. നമ്മൾ ഏറ്റവും കുറഞ്ഞ രീതിയിലാണ് ഈ ഒരു യാത്ര പ്ലാൻ ചെയ്തതുകൊണ്ട് ബസ്സിന് എല്ലാം കൂടെ ഒരു 100 രൂപ. നമ്മുടെ കൈലാസഗിരി പോകുന്നതിന് റോപ്പ് വേക്ക് ഒരു 100 രൂപ. ട്രാവലിന്റെ എക്സ്പെൻസ് മാത്രം നോക്കുകയാണെങ്കിൽ എനിക്ക് വളരെ കുറച്ച് എമൗണ്ട് മാത്രമേ ഇവിടെ ആയിട്ടുള്ളൂ. രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒരു 40 രൂപ. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കുള്ള ഫുഡ് എനിക്ക് ഫ്രീ ആയിരുന്നു. ഇനി രാത്രി എന്തെങ്കിലും ഒരു ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് ട്രെയിനിൽ കയറി കിടന്ന് ഉറങ്ങി രാവിലെ ആകുമ്പോൾ നമ്മൾ
നമ്മുടെ ഹൈദരാബാദ് റീച്ച് ആവും. അവിടെ ഞാൻ ഇതേപോലെയാണ്. അവിടെ പോയാലും ഞാൻ അവിടുത്തെ റിട്ടയറിംഗ് റൂമാണ് ചൂസ് ചെയ്യാറ്. നിങ്ങൾ വിശാഖപട്ടണത്ത് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ പോകുന്നതിനെ പറ്റിയിട്ട്, അത് നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ മറുപടി തരുന്നതായിരിക്കും. ശരി, ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.